ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമെന്ന് പ്രാഥമിക നിഗമനം. മരണത്തിൽ ദുരൂഹത കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാത്രി വീടിന് തീപിടിച്ചുവെന്നാണ് പോലീസിന്റെ സംശയം. ശനിയാഴ്ച വൈകിട്ട് അയൽവാസി എത്തിയപ്പോഴാണ് വീട് കത്തിയമർന്ന നിലയിൽ കണ്ടത്. വീട്ടുമുറ്റത്ത് പൊള്ളലേറ്റ നിലയിലായിരുന്ന 4 വയസ്സുകാരൻ അഭിനവിന്റെ മൃതദേഹം ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതോടെ പോലീസും ഫയർഫോഴ്സും നടത്തിയ പരിശോധനയിലാണ് വീടിനകത്ത് മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അഭിനവിന്റേതൊഴികെ മറ്റാരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാവുന്ന രീതിയിലായിരുന്നില്ല. ഞായറാഴ്ച ഉച്ചയോടെ ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി. മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് ബന്ധുക്കളും പറയുന്നത്. ശിവയുടെ ഭർത്താവ് 4 വർഷം മുമ്പ് കോവിഡ് വന്ന് മരണപ്പെട്ടു പോയതാണ്. അന്നേരം ഇളയ കൊച്ചിന് അന്ന് 9 മാസം പ്രായമായതുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ അവരിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. ഒരു ആത്മഹത്യയുടെ ഒരു സൂചനയൊന്നും അങ്ങനെയൊന്നും നമുക്ക് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. ഒരു അപകടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലുള്ള ശുഭയുടെയും മാതാവ് പൊന്നമ്മയുടെയും മകൻ അഭിനന്ദിന്റെയും മൃതദേഹാവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അസ്വാഭാവിക മരണത്തിനാണ് വെള്ളത്തൂവൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 24 ഇടുക്കി.